നമസ്കാരം സുഹൃത്തുക്കളെ, നറുക്കെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞാന് കൊടകിൽ ചെയ്ത ആ ഒരു തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു നറുക്കെടുപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചൂഴ്ന്ന് അതിന്റെ പുറകിലൂടെ പോയി നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ ഫുൾ വീഡിയോ നമ്മൾ പുറത്തു വിടും. കാരണം വൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, വൻ തട്ടിപ്പ്. ഇതിന് പിറകിൽ നടക്കുന്നത് ഭീഷണി ഉൾപ്പെടെ, ബ്ലാക്ക് മെയിലിംഗ്, ഭീഷണി, അതുപോലെ തന്നെ വൻ മാഫിയ. ഈ നറുക്കെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വീടുകൾ വെച്ചുകൊണ്ട്, പല സ്ഥലങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട്, വീഡിയോ ചെയ്തുകൊണ്ട് ഒരേ ഒരാൾ ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രംഗത്തുണ്ട് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മുൻപിൽ വന്നിട്ടുള്ളത്. അപ്പൊ അയാളുടെ ഫോട്ടോ ഡീറ്റെയിൽസുകൾ ഉൾപ്പെടെ നമ്മൾ എന്തായാലും അതിന്റെ കാര്യങ്ങൾ പുറത്തു വിടും. ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളും ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് വളരെ കൃത്യമായി അന്വേഷിച്ചിട്ട് സത്യസന്ധമായി തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് ഒരാളെയും ഭയപ്പെടാൻ പോകുന്നില്ല, പേടിക്കാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കുഞ്ഞാൻ നറുക്കെടുപ്പ് നടത്തിയ ആ ഒരു വീഡിയോയിൽ വെള്ള ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഇവൻ ഉൾപ്പെടെയുള്ള ആളുകള് മറ്റുള്ള ആളുകളെ റൂമിൽ കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്തതും, റൂമിൽ കൊണ്ടുപോയി അടിച്ചതും, അവരുടെ പണം പിടിച്ചെടുത്തതും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ചെങ്ങായിയുടെ അളിയനാണ് ജിംനി എന്ന് പറയുന്ന ആ വാഹനം കിട്ടിയിട്ടുള്ളത് എന്ന് ഹൈദർ മധൂറിന്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഹൈദർ മധൂർ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിക്കൊണ്ട് ഭീഷണി ഉൾപ്പെടെ, ബ്ലാക്ക് മെയിലിംഗ് ഉൾപ്പെടെ വൻ തട്ടിപ്പാണ് ഈ നറുക്കെടുപ്പ് വീഡിയോയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നറുക്കെടുപ്പ് വീഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പരമാവധി കഴിയുമെന്നുണ്ടെങ്കിൽ ഉഡായിപ്പുകൾ ചെയ്തിട്ടുള്ള നറുക്കെടുപ്പിലെ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം പൊട്ടാൻ പോകുന്നത് വൻ തട്ടിപ്പിന്റെ ഒരു കഥയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.